ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഹിസ് ബേബിയുടെ സൗദിയിൽ വന്നതിന് ശേഷമുള്ള ഡേ എങ്ങനെയാണ്, ഒരു ദിവസം എങ്ങനെയാണ്, എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നത്, ഉറക്കവും കാര്യങ്ങളും എങ്ങനെയൊക്കെയാണ്, ഏകദേശമാണ് കേട്ടോ. എന്നും ഒരുപോലെയൊന്നും ആയിരിക്കില്ല, എങ്കിലും വലിയ ചേഞ്ചസ് ഒന്നും വരത്തില്ല. ഭയങ്കര കച്ചറയാണ് കേട്ടോ. സംഭവം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. റീൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നത് ഒന്ന് ഉറങ്ങുമ്പോഴേക്കാണ്. ഒരുപാട് പേര് ലോങ് വീഡിയോസൊക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷേ സംഭവം ഇതാണ്, പറ്റുന്നില്ല ഇവനെ കൊണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെയൊക്കെയാണ്, ഭയങ്കര അലപ്പും കാര്യങ്ങളൊക്കെയാണ്. പാവണം കേട്ടാ. ചില സമയത്ത് ഞാൻ തന്നെ എടുക്കണം. ആരും ഇല്ലാത്തതുകൊണ്ടായിരിക്കും. ഞാനും ഇക്കായും മോനും മാത്രമേ ഉള്ളൂ. ഇക്ക ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ എന്നെ കണ്ട മടുപ്പാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ രാവിലെ ഞാൻ ചെന്ന് വിളിക്കാനായിട്ട് പോവുകയാണ്. ചില ദിവസങ്ങളിൽ 5:30 ആകുമ്പം ആൾ എഴുന്നേക്കും. അതിനുശേഷം പിന്നെ ഇക്കായൊക്കെ പോയതിന് ശേഷമാണ് ഉറങ്ങുന്നത്. അപ്പോൾ ഇന്നും രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു 5:30 ഇക്കാടെ അലാറം കേട്ടിട്ട്. അതിനുശേഷം എൻ്റെ ഒക്കെ തന്നെ ഇരുന്നിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒന്നും എടുക്കാനോ അല്ലെങ്കിൽ കുക്ക് ചെയ്യാനോ ഒക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. പാനിലെങ്ങാനും പിടിക്കുമെന്ന് കരുതിയിട്ട്. അപ്പോൾ എഴുന്നേറ്റ സമയത്ത് ഭയങ്കര കച്ചറയാണ്. വളരെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് ഒത്തിരി നന്നായിട്ട് എഴുന്നേൽക്കുന്നത്. എല്ലാ ദിവസവും ഇന്നും കരച്ചിലാണ്. അവൻ കരയാതെ ഹാപ്പി ആയിട്ട് എഴുന്നേൽക്കണമെന്നുണ്ടെങ്കിൽ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്ത് അവൻ്റെ കൂടെ ഞാൻ ഉറങ്ങുന്നുണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ്, ഞാനും കൂടെ ഉറങ്ങുന്നുണ്ടല്ലോ എന്ന്. അല്ലാതെ അവനെ കിടത്തിയിട്ട് എന്തെങ്കിലും ജോലിക്ക് പോവുകയാണ് എന്ന് അവന് മനസ്സിലാവുകയാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. അതിൻ്റെ കരച്ചിലാണിത്. പിന്നെ കുറച്ച് നേരം ഞാൻ എടുത്ത് ഓക്കെ ആക്കി ഒക്കെ ആകുമ്പോൾ ശരിയാവും ആൾ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെറുതായിട്ട് ഒരു തണുപ്പിൻ്റെ ആ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ചെറിയ ചൂടുവെള്ളം കൊടുക്കും കേട്ടോ. അവിടെ ഒരു 8 ഡിഗ്രി 9 ഡിഗ്രിയൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല തണുപ്പാണ്. ആൾ സോക്സോ അല്ലെങ്കിൽ ക്യാപ്പോ ഒന്നും ഉപയോഗിക്കില്ല കേട്ടോ. മൂടുക തന്നെ ചെയ്യില്ല. ഞാൻ മൂടി കൊടുക്കുന്ന ഷീറ്റൊക്കെ എടുത്ത് വലിച്ച് കളയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ഹെൽത്ത് മിക്സ് കൊടുക്കാറുണ്ട്. അതെപ്പോഴും മാറ്റാറില്ല കേട്ടോ. നമ്മുടെ ബീഫോർ ബേബീസിൻ്റെ ഹെൽത്ത് മിക്സ് ഞാൻ വരുന്നതിന് മുന്നേ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് തന്നെയാണ് രാവിലെ കൊടുക്കുന്നത്. അത് കുറുക്കിയിട്ട് കുറച്ച് എപ്പോഴും കൊടുക്കുന്നതിനേക്കാളും കുറച്ചൊന്ന് കട്ടിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം നന്നായിട്ട് വിശക്കുമല്ലോ. കുറുക്കൊക്കെ ഇപ്പോൾ ഒരു നേരമോ അല്ലെങ്കിൽ 2 നേരമൊക്കെ, ഒരു വയസ്സിന് ശേഷം ഞാനിപ്പോൾ 2 നേരമൊക്കെയാണ് കൊടുക്കുന്നത്. അതും കുറച്ച് കട്ടിക്കാണ് കേട്ടോ കൊടുക്കുന്നത്. വലിയ കട്ടിയിലല്ല എങ്കിലും ആ ഒരു ലൂസ് കൺസിസ്റ്റൻസി അല്ല കേട്ടോ. അപ്പോൾ അത് കുറച്ച് ബഹളമൊക്കെ കാണിച്ചിട്ട് ഒന്ന് കുടിക്കും. കുടിച്ചതിന് ശേഷം കുറച്ച് അവൻ്റെ പ്ലേ ടൈമാണ് കേട്ടോ. നമ്മൾ വെറുതെ ഇങ്ങനെ ഉലാത്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിട്ട്. നമ്മുടെ ഹോം ടൂർ വീഡിയോ ഇട്ടിട്ടുണ്ടേ നമ്മുടെ റൂമിൻ്റെ. അപ്പോൾ കാണാത്തവർ പോയി കാണുക. പിന്നെ അവൻ്റെ പ്ലേ ടൈമിൽ ഞാനും കൂടെ കൂടും. എന്തെങ്കിലുമൊക്കെ കളിക്കാനുണ്ടെങ്കിൽ, ടോയ്സൊക്കെ വെച്ചിട്ട് കളിക്കാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് ആയിരിക്കും. എല്ലാം ഇപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന ആ ഒരു ടൈം ആയതുകൊണ്ട് കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ അങ്ങനെ ഇന്നതെന്നൊന്നുമില്ല. കഴിക്കാൻ പറ്റുന്നതും കഴിക്കാൻ പറ്റാത്തതും അവൻ്റെ ടോയ്സും എല്ലാം വായിലാണേ. കുറുക്കൊക്കെ കുടിച്ചതിന് ശേഷം ഡയപ്പറൊക്കെ മാറ്റും. ഡയപ്പർ മാറ്റി കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. പിന്നീട് പാൻറ്റോ ഒന്നും ഇടാൻ സമ്മതിക്കില്ല കേട്ടോ. ആ ഒരു ടൈമിൽ ഇങ്ങനെ നടക്കണം. ഡയപ്പർ പോലും ഇടാൻ സമ്മതിക്കില്ല. അതും ഈ ഒരു തണുപ്പിൽ. അവന് അറിയത്തില്ല സംഭവം തണുപ്പ് കൊണ്ടാണെന്നുള്ളത്. അതിന് ശേഷം ഡയപ്പറൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഞാനൊരു പഴം കൊടുക്കും കേട്ടോ. അപ്പോൾ എല്ലാം പോയി കഴിയുമ്പോൾ നന്നായിട്ട് വിശപ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോഴും പഴം കഴിക്കും. പഴയത് ഇതേപോലെയാണ്. ആദ്യം കരണ്ട് ഇരിക്കും. ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ ഓരോ ഫുഡും. ഞാനില്ല കുറുക്കൊക്കെ കൊണ്ട് പോകുന്നത് തിരിച്ച് കൊണ്ട് വെക്കുന്നത് മാത്രമേ കണ്ടുള്ളൂ. അതിനിടയിൽ ഒരുപാട് ഗുസ്തികളൊക്കെ ഉണ്ട്. അമ്മമാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. പിന്നെ ഈ ഒരു ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നീട് കഴിക്കുന്നത് ആ പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ അറിഞ്ഞ് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ, അത് 2-3 കരണ്ടലാകുമ്പോൾ മതിയാവും ആൾക്ക്. പിന്നെ തൊലി തിന്നാലോ എന്ന് വരെ ആൾ ചിന്തിക്കും. എന്നിട്ടൊന്നുമില്ലാത്ത പോലെ തൊലി കഴിക്കുന്നുണ്ടോ. ഞാൻ എങ്ങനെ പോട്ടെ എന്ന് കരുതിയിട്ട് വിട്ടുകളയാം. അങ്ങനെ എല്ലാത്തിനും കിടന്ന് വാശി പിടിപ്പിക്കാൻ നിൽക്കത്തില്ല കേട്ടോ. എന്ത് ഞാൻ കൊടുത്തു കഴിഞ്ഞാലും എന്നെ വിശ്വാസം ഇല്ലാത്ത പോലെ ഒന്നുകൂടി വായിൽ നിന്നെടുത്ത് നോക്കും. അങ്ങനെയാണ് കേട്ടോ. എന്ത് കൊടുത്താലും അവൻ കുഞ്ഞിലേ മുതലേ അങ്ങനെയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെയാണോ എന്നുള്ളതൊന്ന് പറയണം കേട്ടോ. ഞാൻ അവൻ്റെ
മുന്നിൽ വെച്ചിട്ട് എന്തെങ്കിലും ഇതേപോലെ കൊടുത്തു കഴിഞ്ഞാലും അവൻ കയ്യിൽ വാങ്ങിക്കാനേ നോക്കത്തുള്ളേ. അങ്ങനെ ഞാൻ കയ്യിൽ വാങ്ങിക്കുന്ന സമയത്ത് അവൻ്റെ കയ്യിലും കൂടെ ആവണ്ടില്ലെന്ന് കരുതിയിട്ട് വേണ്ട വേണ്ടെന്നൊക്കെ പറഞ്ഞാലും അവൻ വാ തുറന്നിട്ട് അതിൻ്റെ അകത്തുനിന്ന് എടുത്ത് ഒന്നും കൂടി നോക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മോനിക്കുള്ളത്. പിന്നെ ഇതേപോലെ ജസ്റ്റ് എന്തെങ്കിലും അവന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഒരു പീസോ കാര്യങ്ങളോ അവൻ്റെ കയ്യിൽ കൂടെ കൊടുക്കും കേട്ടോ. നമ്മൾ പുറത്തൊന്നും പോകുന്നതിന് മുന്നേ അല്ലാതെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കയ്യിൽ കൊടുക്കും. പിന്നെ ഇപ്പോൾ എല്ലാം ചവച്ച് തിന്നേക്കാളും വിഴുങ്ങി ഇറക്കാനാണ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇത്രയൊന്ന് കട്ടിയിൽ കഴിക്കാനാണ് അവനും ഇഷ്ടം കേട്ടോ. എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ലൂസായിട്ടോ അല്ലെങ്കിൽ പഴമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ അവന് ഭയങ്കര ഒരുമാതിരി ഫീലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് നല്ല പഴുത്ത പഴമേ കൊടുക്കാറില്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് ചതയ്ക്കും. ചിലപ്പോൾ ഒന്നുമില്ല വിഴുങ്ങിക്കളയൊക്കെ ചെയ്യും. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഉടച്ചു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു എക്സ്പ്രഷനൊക്കെ ഇടുകയും പല്ല് വരട്ടെ എന്ന് കരുതിയിട്ട് ഞാനും പോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ശ്രദ്ധിക്കണം കേട്ടോ, കൂടെ നിൽക്കണം, അല്ലെങ്കിൽ വിഴുങ്ങി ഇറക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും. പിന്നെ കൂടെ ചൂടുവെള്ളം കൂടി കൊടുക്കും. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ പഴം കൊടുക്കണ്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പഴം കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ് കേട്ടോ. ചെറുപഴം ആണെന്നുണ്ടെങ്കിലും ഏത് പഴമാണെന്നുണ്ടെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഏത്തപ്പഴം കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ വാട്ടിയോ അല്ലെങ്കിൽ നന്നായിട്ട് പുഴുങ്ങിയോ ഉടച്ചോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുക. ഡയറക്റ്റായിട്ട് അങ്ങനെ കൊടുക്കാതിരിക്കുക, കോൺസ്റ്റിപ്പേഷൻ വരും കേട്ടോ. ഇതാണ് നമ്മുടെ ഹെയ്സ് ബേബിയുടെ സീക്രട്ട് ബോക്സ്. ഇതിലാണ് എല്ലാ സാധനങ്ങളും കൊണ്ടിടുന്നത്. കയ്യിൽ കിട്ടുന്ന എല്ലാം അതിനകത്ത് കൊണ്ടിട്ടതിന് ശേഷം അതങ്ങ് അടച്ചങ്ങ് വെക്കും, ഭദ്രമായിട്ട് വെക്കും. എൻ്റെ സ്പൂണൊന്നും കാണാതെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഓടി വന്ന് നോക്കുന്നത് അതിനകത്താണ്. നമ്മൾ ഒറ്റയ്ക്കായിട്ടുള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ആൾ ഭയങ്കര കരച്ചിലും വാശിയും ഒക്കെ ആയിരിക്കും. ഇക്ക വരുന്ന സമയത്ത് ഭയങ്കര കൂൾ ആൻഡ് ഹാപ്പി ബേബി ആയിരിക്കും. ചില ദിവസങ്ങളിൽ മാത്രമാണ് ഇന്ന് എന്തോ ലക്കിലി ആൾ ഇത്തിരി ഒന്ന് ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ ഭയങ്കര കച്ചറയാണ്. ആൾക്ക് തണുപ്പ് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് പിന്നീടാണ് മനസ്സിലായത്, ഇങ്ങനെ ഒരു ഹൈപ്പർ ആക്റ്റീവ് പോലെ കാണിക്കുന്നതൊക്കെ ഭയങ്കര തണുപ്പ് വരുന്ന സമയത്താണ്. അവന് പക്ഷേ അറിയത്തില്ല. ഈ ഒരു ടൈമിലും പാൻ്റ് ഇടാനായിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന്. എനിക്ക് പോലും കാല് തറയിൽ ചവിട്ടാൻ പറ്റാത്ത രീതിയിൽ തണുപ്പായിരുന്നു. പക്ഷേ അവൻ ഡയപ്പർ പോലും ഇടാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നേ. അങ്ങനെ ഒരു 1.5 മണിക്കൂറത്തെ ഗുസ്തിക്ക് ശേഷം ആ ഒരു പഴം കഴിച്ചിരിക്കുകയാണ് ഗൈസ്. കുറേയൊക്കെ തറയിലൊക്കെ പോയി വായിന്നെടുത്ത് തറയിലിടും, അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ ഡയപ്പർ മാറ്റാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് തന്നെ ബിന്നിൽ ഒരു കവറും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒന്നാക്കണ്ടെന്ന് കരുതിയിട്ട് ഇതേപോലെ ഒരു കവറും കൂടെ വെച്ചിട്ടാണ് അവൻ്റെ ഡയപ്പറൊക്കെ ഇടുന്നത്. പിന്നെന്താണ്, അതിൻ്റെ ഇടയിൽ തന്നെ എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് ദോശയാണ് കേട്ടോ. ദോശയും കടലക്കറിയായിരുന്നു. അപ്പോൾ അത് കഴിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഹേസ് ബേബി ഉണർത്തുന്നത് കേട്ടോ. ചിലപ്പോൾ അതിന് മുമ്പേ എഴുന്നേൽക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് ഹേസ് ഒരു നാപ്പൊക്കെ എടുക്കുന്ന സമയത്തായിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാവുക. എൻ്റെ അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വൻ ദുരന്തമായിരിക്കും. ഒന്നും കറക്റ്റ് ടൈമിലൊന്നും അല്ല കേട്ടോ കഴിക്കുന്നത്. അപ്പോൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫ് കൂടി എടുക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അപ്പോൾ ആ ഒരു പഴം കഴിച്ചതിന് ശേഷം അതൊന്ന് നന്നായിട്ട് ഉമ്മച്ചിയൊക്കെ പറയുന്ന പോലെ ആ ഒരു പഴം ദഹിപ്പിച്ച് കളയണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള ഗുസ്തിയായിരിക്കും ഇനിയുള്ളത്. എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ വല്ലാതെല്ല എനർജി കിട്ടിയ പോലെ അതെല്ലാം അടിച്ചു തീർക്കുന്ന രീതിയിൽ ഭയങ്കര എക്സസൈസും കാര്യങ്ങളുമാണ്. കിടന്ന് കുത്തിമറിയലും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ. ഇനി പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം കിടന്ന് കളിച്ച് അതൊന്ന് ദഹിച്ചു എന്ന് എനിക്കും അവനും ഉറപ്പ് ആയി കഴിഞ്ഞാൽ വന്ന് ഇങ്ക് കുടിക്കാനായിട്ട് ഓടി വരും. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴൊക്കെയാണ് ഫീഡ് ചെയ്യുന്നത്, എത്ര വട്ടം ഒരു ദിവസം ഫീഡ് ചെയ്യുമെന്നൊക്കെ. ഡിമാൻഡ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ, അല്ലാതെ എപ്പോഴും കൊടുക്കുകയെന്നില്ല. ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നീട് കുറേ നേരം കിടന്ന് കളിച്ച് അങ്ങനെ ടയേർഡ് ആവുന്ന സമയത്ത് മാത്രമാണ്. അടുത്ത ഫുഡിന് മുന്നേ ആയിട്ട് ഒരു ഡിസ്റ്റൻസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 3-4 മണിക്കൂർ എന്തായാലും ഞാൻ ഗ്യാപ്പ് കൊടുക്കും കേട്ടോ. ഒരു ഫുഡിനിടയ്ക്ക് കുഞ്ഞിന് ഡൈജസ്റ്റ് ആവാനും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ടൈം കൊടുക്കും. അല്ലാതെ നമ്മൾ തുടരെ ഒരു 2 മണിക്കൂർ ഇടവിട്ട് ഇങ്ങനെ ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നവരുണ്ട്. അത് ഭയങ്കര തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കുഞ്ഞിന് ഡൈജസ്റ്റ് ആവാൻ ടൈം കൊടുക്കുക, അത് എങ്കിൽ മാത്രമേ അവർ പിന്നീടുള്ള ഫുഡ് കഴിക്കുകയും ചെയ്യുള്ളൂ. നമ്മളെപ്പോഴും ഫുഡ് കൊടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞിനത് ഡൈജസ്റ്റ് ആവുകയില്ല. അതിൻ്റെ ഗുണങ്ങൾ കുഞ്ഞിൻ്റെ
ബോഡിക്ക് കിട്ടുകയില്ല. അതുകൊണ്ട് തന്നെ ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റേതായ ടൈം ഇൻ്റർവെല്ലിൽ തന്നെ കൊടുക്കുക. ഞാനിപ്പം പഴം കൊടുത്തു കഴിഞ്ഞാലും ഇനി എന്തെങ്കിലും വാശി പിടിക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും ഇടയ്ക്ക് എന്തെങ്കിലും കൊടുക്കാനായിട്ട് നോക്കില്ല. കാരണം ഇനി മെയിനായിട്ടുള്ള ഒരു ഫുഡ് കൊടുക്കാനുള്ളതാണ്, അതായത് ചോറ് കൊടുക്കാനുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി കളിച്ച് ടയേർഡായാലും 11 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ പഴം കൊടുത്തിട്ട് ഒത്തിരി കളിച്ചങ്ങ് ടയേർഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വലിയ ഫുഡുകളൊന്നും കൊടുക്കാനായിട്ട് ഞാൻ നോക്കില്ല. കാരണം ഒരു നാപ്പ് എടുത്ത് വന്നതിന് ശേഷം കുറച്ച് കൂടിയൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ് ഫുഡ് കൊടുക്കുക. അപ്പോൾ ഉറങ്ങി ഒന്ന് എഴുന്നേറ്റു ആ ഒരു സമയത്ത് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്തതിന് ശേഷമാണ് അപ്പോൾ ഉറങ്ങുന്നത് കേട്ടോ. ഒരു ചെറിയ നാപ്പാണ് എടുക്കുന്നത്, ഒരു 1.5 മണിക്കൂറൊക്കെ ആകുമ്പോഴാണ്. പിന്നെ എഴുന്നേക്കും ഒന്നുകൂടി ജസ്റ്റ് കരച്ചിലും കാര്യങ്ങളും, ചിലപ്പോൾ ബ്രസ്റ്റ് ഫീഡ് ഒന്നും കൂടി ചെയ്യും. അതിനുശേഷം കുറച്ച് നേരമൊക്കെ കളിച്ചതിന് ശേഷമാണ് നമ്മൾ ചോറ് കഴിക്കുക. അപ്പോൾ ഉറങ്ങുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഇതേപോലെ പാൻറ്റോ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അല്ലാതെ അവൻ ഭയങ്കര കരച്ചിലാണ്. ഉറങ്ങുന്ന ആ ഒരു സമയത്താണ് പുതപ്പ് പുതച്ച് കൊടുക്കുന്നതും ഡ്രസ്സ് ഇട്ട് കൊടുക്കുന്നതൊക്കെ. അല്ലാതെ ഉടുപ്പെങ്ങാനും എന്തെങ്കിലും ആയിക്കഴിഞ്ഞാൽ മാറ്റുക മാത്രമേ ഓർമ്മ കാണുള്ളൂ. പിന്നീട് ഒരെണ്ണം ഇടാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് കുളിക്കാൻ തന്നെ ആൾക്ക് ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഇപ്പോൾ കുഞ്ഞിനെ ഞാൻ ഒരു നേരം മാത്രമാണ് ദേഹം കഴുകുന്നതാണെന്നുണ്ടെങ്കിലും കുളിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എഴുന്നേറ്റ് കുറച്ച് നേരം ഒന്ന് കളിച്ച് കഴിഞ്ഞാൽ ചോറ് കൊടുക്കാനുള്ള ഗുസ്തിയാണ്. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ഫുഡ് ഉണ്ടാക്കുകയും അവന് കൊടുക്കാനുള്ളത് ഉടച്ച് വെക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് കൊടുക്കുന്നത് ചോറും തൈരും മുട്ടയോ അല്ലെങ്കിൽ മീനോ എന്തെങ്കിലുമൊക്കെ കൂട്ടിയിട്ടായിരിക്കും. അവിയലോ തോരനോ എന്തെങ്കിലുമൊക്കെ കാണും. അതെല്ലാം കൂടി ചോറ് മാത്രം, ചോറ് ഒഴിച്ച് ബാക്കി എല്ലാ ഐറ്റംസ് അവിയലോ തോരനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മീനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടി ഉടച്ചിട്ട് ഒരു കറി പോലെ ആക്കിയിട്ട് അതിൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് ഉടച്ച് ചോറാക്കിയാണ് ഇപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. അതാണ് ആ ഒരു കൺസിസ്റ്റൻസി. നല്ല കട്ടിയായിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് കൊടുക്കുന്നത്. ഒരുപാട് കട്ടിയില്ല, അറിയാമല്ലോ. പിന്നെ തൈരുള്ളത് കൊണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം വേണ്ട എന്ന് പറയും, ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ പറയും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളൂല്ലെങ്കിൽ കഴിക്കേണ്ടതെന്നൊക്കെ പറയും. അവന് മനസ്സിലാവുന്നില്ല എന്ന് എനിക്കും അറിയാം. എങ്കിലും ആദ്യം ഒന്ന് വെച്ച് നോക്കിയിട്ട് ആ ഒരു തൈരിൻ്റെ പുളിപ്പ് തട്ടുന്ന സമയത്ത് ഇഷ്ടമാണ് കേട്ടോ. യോഗട്ടോ അല്ലെങ്കിൽ തൈരൊക്കെ കൊടുക്കുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ആ ഒരു പുളിപ്പുള്ളത് കൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് തൈര് ഞാൻ എപ്പോഴും കൊടുക്കും. തൈര് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഹെൽത്തി ആയിട്ടുള്ള ബാക്ടീരിയാസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടും കുഞ്ഞിന് കോൺസ്റ്റിപ്പേഷനോ കാര്യങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ പനീറോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കുഞ്ഞിന് നല്ലതാണ് കേട്ടോ. അത് വീട്ടിലുണ്ടാക്കുന്നത് മാത്രം ഈസി ആയിട്ട് ഇപ്പോൾ ഒരുപാട് ഈസി റെസിപ്പീസും കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന പനീറിൻ്റെ റെസിപ്പിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെ പാൽ പിരിച്ചിട്ടെടുക്കുന്നതും അത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലെങ്കിൽ പനീർ ഇതേപോലെ ഞാനിപ്പോൾ പനീർ ഇതിൽ എടുത്തിട്ടില്ല. ഉള്ള ടൈമെന്ന് പറഞ്ഞാൽ എടുത്തതിന് ശേഷം നമ്മുടെ മുട്ടത്തോരനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ചോറിൻ്റെ കൂടെ ഇട്ട് ജസ്റ്റ് ഒന്ന് ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ കൊടുക്കാറുണ്ട്. അത് നല്ല ഹെൽത്തിയാണ് കേട്ടോ, കുഞ്ഞിന് നല്ലതാണ്. മറ്റൊന്നും വേണ്ടെങ്കിലും ആ ഒരു പനീർ ചോറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് നല്ല ഇഷ്ടമായിരിക്കും കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുഞ്ഞിന് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കുന്നത് നല്ലതാണ്. ഡയറി പ്രോഡക്ട്സ്, ഈ പനീർ പറഞ്ഞ പോലെ, പിന്നെ പീനട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ കുറേ നേരം കൊണ്ട് നടക്കണം. ആ ഒരു ടൈമിലായിരിക്കും ഞാൻ എന്തെങ്കിലും സിനിമ കാണുന്നതോ അല്ലെങ്കിൽ അവൻ്റെ കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഫുഡ് അറിയുന്ന രീതിയിൽ കൊടുക്കണം കേട്ടോ. ഫുഡ് അറിഞ്ഞ് കഴിക്കുന്നത് നല്ലതാണ്. കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുക്കുകയോ സ്വന്തമായിട്ട് വാരി കഴിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. കൂടുതലും ഇവിടെ യൂട്യൂബൊക്കെ ഉള്ളതുകൊണ്ട് അവൻ്റെ വീഡിയോ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ചിലപ്പോൾ മാത്രമാണ് കാർട്ടൂൺ കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതൊക്കെ കണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒരു 2 മണിക്കൂർ എടുത്തിട്ട് ചോറും കഴിക്കും. അപ്പോൾ അതിനിടയിൽ വീണ്ടും 2-3 മണിക്കൂർ നമ്മൾ ഗ്യാപ്പ് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് വിശക്കുകയേ ചെയ്യുള്ളൂ. അതേപോലെ ഫുഡ് കഴിക്കുകയും ചെയ്യുള്ളൂ. നമ്മൾ അടുത്തടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും ഇങ്ങനെ. അപ്പോൾ ഈ ഒരു 3 മണിക്കൂറിനടുത്ത് പിന്നീട് കൊടുക്കുന്നത് ഒരു സ്നാക്കായിരിക്കണം. മെയിൻ ഫുഡ് കൊടുക്കുന്നത് 3 നേരമാണെങ്കിൽ അതിൻ്റെ ഇടയിൽ സ്നാക്കോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. അപ്പോൾ ചോറ് മതിയായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫുഡ് മതിയായി കഴിഞ്ഞാൽ മെയിനായിട്ട് ചെയ്യുന്നത് പ്ലേറ്റ് എടുത്ത് തട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ എടുത്ത് തട്ടാനായിട്ട് നോക്കും. എന്നിട്ട് ആ പ്ലേറ്റ് ഇതേപോലെ എടുത്തുകൊണ്ട് നടക്കണം അവന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാൻ പെട്ടെന്ന് കയ്യിലങ്ങ് എടുക്കും കേട്ടോ ചോറ്. അതിനുശേഷം കുറേശ്ശെ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കുറേ നേരത്തെ ഗുസ്തി കഴിഞ്ഞിട്ട് അതും കഴിച്ചു എങ്ങനെയെങ്കിലും. അതിനുശേഷം കുറേ നേരം കളിച്ച് ആ ഒരു പ്ലേറ്റും കൊണ്ട് നടക്കണം. അതാണ് അരമണിക്കൂറത്തെ പണി. പിന്നീട്
അതിനുശേഷം ഒരു നാപ്പ് കൂടി എടുക്കും കേട്ടോ. ആ ഒരു ടൈമിൽ ഫീഡ് ചെയ്തതിന് ശേഷമാണ് ഉറങ്ങുന്നത്. ചോറ് കഴിച്ച് കഴിഞ്ഞാൽ കുറേ നേരം ഉറങ്ങും കേട്ടോ. ഒരു 1.5-2 മണിക്ക് ഞാൻ ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ, ചോറ് കൊടുത്തു കഴിഞ്ഞാൽ ആൾ പിന്നീട് എണീക്കുന്നത് 4:30 5 മണിയൊക്കെ ആവുന്ന സമയത്താണ് കേട്ടോ. അങ്ങനെ എഴുന്നേൽക്കുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ അവൻ്റെ സ്നാക്ക് ഉണ്ടാക്കും കേട്ടോ. ഒരു 5-5:30 ആവുന്ന സമയത്ത് അവ എഴുന്നേൽക്കും. അതിനുശേഷം ഇതേപോലെ പഴം വാട്ടിയത് കൊടുക്കും. സ്ട്രോബെറിയോ അല്ലെങ്കിൽ ബ്ലൂബെറിയോ തണ്ണിമത്തനോ പപ്പായയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ, പേരയ്ക്കയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ. പിന്നെ സ്ട്രോബെറിയും കഴിക്കും. സ്ട്രോബെറി ഫുള്ള് കഴിക്കും കേട്ടോ. അത് ഭയങ്കര ഇഷ്ടമാണ് സ്ട്രോബെറിയൊക്കെ. പപ്പായ ആണെന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സൊക്കെ നല്ല ഇഷ്ടമാണ്. ചില മൂഡിൽ മാത്രമാണ് എടുത്ത് കളയുന്നൊരു പരിപാടിയുണ്ട്. അത് ചില മൂഡിലാണ്. ചില ദിവസം ഒന്നും ഇഷ്ടമല്ലാത്ത രീതിയിൽ അവന് ഇഷ്ടമുള്ള കുറച്ച് ലിസ്റ്റുകളിലൊന്നാണ് ഓറഞ്ചൊക്കെ. അത് ചില ദിവസങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ എടുത്ത് പിഴിഞ്ഞ് കളിക്ക് എറിയുന്നതൊക്കെ കാണാം. അതെന്താണെന്ന് എനിക്കറിയില്ല. ചില ദിവസങ്ങളിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, ആരും ഒന്നും വേണ്ട. ഞാനായിരിക്കും അതിൻ്റെ മുക്കാലും കഴിക്കുന്നത് കേട്ടോ. ഒരു 3-4 പീസ് കഴിക്കും. സ്ട്രോബെറി ഫുള്ള് കഴിക്കും. അതിനുശേഷം ആ ഒരു നാപ്പിൻ്റെ ഇടയിൽ തന്നെ ഞാൻ ഇക്ക വരുമ്പോൾ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടാക്കി വെക്കും. ഞാനിന്ന് ഉണ്ടാക്കിയത് ഉപ്പുമാവും അതേപോലെ ബീഫിൻ്റെ റോസ്റ്റുമാണ് കേട്ടോ. ബീഫ് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് പെട്ടെന്നൊരു റോസ്റ്റ് തട്ടിക്കുട്ടി. അപ്പോൾ വിസിലൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര പേടിയാണ്, കരച്ചിലും പേടിയൊക്കെയാണ്. അത് ഇപ്പോഴും ചില ദിവസങ്ങളിൽ കരയും, ചില ദിവസങ്ങളിൽ കല്ല് പോലെ മിണ്ടാതെ നിൽക്കും. അടുത്ത് നിന്ന് കേട്ടാലും ചില ദിവസങ്ങളിൽ ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ അവ ഉറങ്ങുന്ന സമയത്ത് വരുന്നതിന് മുന്നേ ആയിട്ട് പെട്ടെന്ന് എല്ലാം സ്പീഡപ്പായിട്ട് ചെയ്തതിന് ശേഷം വന്ന് കുറേ നേരം അവൻ്റെ ഇക്കയുടെ കൂടെ ഇരുന്ന് കളിക്കും. ഇക്കക്ക് ചായക്ക് ഉണ്ടാക്കുന്ന സമയത്ത്, ഇക്കാക്ക് ചായക്ക് ഇടുന്ന സമയത്ത്, ചായ കൊണ്ടുവരുന്ന സമയത്തും കുടിച്ചെഴുന്നേൽക്കുന്നവരെയും ഇതേപോലെ കിടന്ന് ഗുസ്തിയാണ്. ആ ഒരു ടൈമിലായിരിക്കും വീട്ടിൽ വിളിക്കുന്നത്. ഉമ്മച്ചി നിസ്കരിച്ചിട്ടൊക്കെ വിളിക്കുന്ന ആ ഒരു ടൈമിലായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് വീഡിയോ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഇഷ്ടമാണ്. ഇക്ക വന്നതിൻ്റെ സന്തോഷമാണ് കേട്ടോ. ഇക്ക വന്നു കഴിഞ്ഞാൽ വേറൊരു ഹേസ് ബേബിയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇക്കാടോട് നിന്ന് കളിക്കാനും ഇക്കാടെ മണ്ടയിൽ കയറാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു അബദ്ധം പറ്റിയതാണേ. ഹോട്ട് സോസ് ഉണ്ടായിരുന്നേ അവിടെ. അപ്പോൾ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയ സമയത്ത് അറിയാതെ നമ്മൾ എന്ത് ചെയ്താലും അത് അനുകരിക്കാനായിട്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ നോ അതെടുത്തൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ കോൾ വിളിച്ച സമയത്ത് ആൾ പതുക്കെ ആ ഒരു ഹോട്ട് സോസിൽ മുക്കിയിട്ട് അങ്ങ് കഴിച്ചു. നല്ല എരിവുണ്ടായിരുന്നു. അതിൻ്റെ എക്സ്പ്രഷനാണ്. കഴിച്ചതും പോരാഞ്ഞ് എൻ്റെ കടാഹം വരെ എരിഞ്ഞതും പോരാഞ്ഞ് എക്സ്പ്രഷൻ ഇട്ടാണ്ട വാവുന്നു സംഭവം. അതിന് ശേഷം കരച്ചിൽ ബഹളമൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അത് പുറത്ത് നല്ല എരിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്ത് കാണിച്ചാൽ നമ്മൾ വഴക്ക് പറയുമെന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും കേട്ടോ. എല്ലാ അടവുകളും അറിയാവുന്ന മിടുക്കനാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ആൾ ഫുഡ് കഴിക്കും കേട്ടോ. ലാസ്റ്റ് ഡിന്നർ ആ ഒരു ടൈമിലായിരിക്കും. 8:30-9, ചിലപ്പോൾ 9-9:30 ആവും. ആ ഒരു ടൈമിൽ ആൾ കുറുക്ക് കുടിക്കും. കുറുക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ്. മുമ്പത്തെ പോലെ ഒരുപാട് അങ്ങ് ഫ്ലൂയിഡായിട്ടിരിക്കുന്ന ടൈപ്പല്ല, കുറച്ചൊന്ന് കട്ടിയിലായിരിക്കും ഞാൻ കൊടുക്കുന്നത്. ഗീയോ എന്തെങ്കിലും ഇടും കേട്ടോ. അതിൽ ഹെൽത്ത് മിക്സ് തന്നെ ആയിരിക്കും, ചിലപ്പോൾ കാപ്പൊടി ആയിരിക്കും. ഞാനിവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഹെൽത്ത് മിക്സ്, കാപ്പൊടി, നട്ട്സ് പൗഡർ, പിന്നെ റാഗി, മുളപ്പിച്ച റാഗിയുടെ പൗഡർ, അതൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അവന് പാൻ കേക്കും കാര്യങ്ങളൊക്കെ അവന് ഞാൻ സ്നാക്ക് കൊടുക്കാറുണ്ട് കേട്ടോ. സ്നാക്ക് ടൈമിൽ പലതരം വിഭവങ്ങളായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. എൻ്റെ മൂഡനുസരിച്ചിട്ടും അവൻ്റെ മൂഡനുസരിച്ചിട്ടും ഇതൊക്കെ ചേഞ്ച് ആവും. അങ്ങനെ കുറുക്ക് കുടിച്ചു, വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം 1-2 മണിക്കൂറിനകത്ത് നമ്മളൊന്ന് ദേഹം കഴുകും കേട്ടോ. ദേഹം കഴുകിയിട്ട് അന്ന് ദേഹം കഴുകാൻ നോക്കിയപ്പോൾ ആൾ തലയിൽ കൂടെ എടുത്ത് വെള്ളം ഒഴിച്ചു. നന്നായിട്ട് ഡീപ്പ് സ്ലീപ്പ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് അതുവരെ തണുത്ത് വരച്ച് കൈയും കാലമൊക്കെ തണുത്ത് വരച്ചിരുന്നാലും സോക്സോ അല്ലെങ്കിൽ ഉടുപ്പോ ഡയപ്പറോ ഒന്നും മാറ്റാനോ ഒന്നിനും സമ്മതിക്കില്ല. പക്ഷേ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കുളിക്കാനായിട്ട്. അങ്ങനെ ബഹളം വെച്ച് ദേഹത്തും തലയിലൊക്കെ ആക്കിയ സമയത്ത് ഞാൻ പെട്ടെന്ന് തലയും കൂടിയും കുളിപ്പിച്ചിട്ട് ലാസ്റ്റിനാദ്യം അതൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇപ്പം ടോക്കൺ പൗഡറാണ്. അതിന് ശേഷം ഇങ്കൊക്കെ കുടിച്ച് പിന്നെ ഉറക്കമാണ്. ഒരു 10-11 മണിക്കകത്ത് ഉറക്കാനായിട്ട് നോക്കും. എൻ്റെ ആഗ്രഹം അതാണ്. പക്ഷേ ഇപ്പോൾ 12, 1, 2 എന്നൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ചിലപ്പോൾ 10 മണിക്കൊക്കെ ഉറങ്ങിയാലും വീണ്ടും ഒന്നുകൂടി 2-3 മണിക്കൂറൊക്കെ എണീറ്റ് കരച്ചിലാണ്. പിന്നീട് 5 മണിക്ക് കരച്ചിലാണ്. അതുകൊണ്ട് അലാറം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇക്കാടെ അലാറം കേൾക്കുന്നതിന് മുന്നേ അവൻ നമ്മളെ എണീപ്പിക്കാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് ഹേസു ബേബിയുടെ ഒരു ദിവസം. ഓരോ ദിവസവും പല രീതിയിലാണ് ഫുഡ്. അവൻ്റെ മൂഡ് നന്നായിരിക്കുമ്പം എൻ്റെ മൂഡും ശരിയായിരിക്കണം എന്നില്ല. എന്നാലും കൺട്രോൾ ചെയ്ത്
ഇതേപോലെയൊക്കെ ആക്കാൻ നോക്കുന്നുണ്ട്. ഒരുവിധം എല്ലാ ദിവസവും ഇതേപോലെയൊക്കെ അങ്ങ് പോകുന്നുണ്ട്. ചില ദിവസം ഭയങ്കര കലിപ്പം ഫുഡ് കഴിക്കാതെയൊക്കെ ആണെങ്കിൽ എല്ലാം കിളി പറഞ്ഞ അവസ്ഥയിലായിരിക്കും. അപ്പോൾ എന്തായാലും മമ്മീസിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാകും ഈ ഒരു അവസ്ഥയൊക്കെ. അപ്പോൾ എന്തായാലും ഇതാണ് ഹേസ് ബേബിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഇതുവരെ കുളിച്ചിട്ടില്ല, ഇനി വേണം കുളിക്കാനായിട്ട്. അപ്പോൾ നൈറ്റായിരിക്കും ഞാനും ഒന്ന് ദേഹം കഴുകുന്നതൊക്കെ കേട്ടോ. അതുവരെ അവൻ്റെ കുസ്തിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻ്റെ ദേഹത്തുണ്ടാവും കുറുക്കും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മുടെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ പോയി കാണാം. ടാറ്റാ ബൈ ബൈ, സീ യു.